ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിപ്പും മുരിങ്ങയ്ക്കയും വെച്ചിട്ടുള്ള നല്ലൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കാണാം. ഇതിൽ 3/4 ഗ്ലാസ് തുവരം പരിപ്പ് എടുത്തിട്ടുള്ളത്. 2 കൈ പരിപ്പ് വരും. നല്ലപോലെ കഴുകിയ ശേഷം ഇതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 5-6 ചെറിയ ഉള്ളി. ഇനി 3 വിസിൽ വന്നത് ഓഫ് ചെയ്യാം. 2 മുരിങ്ങയ്ക്കയാണ് നമ്മൾ ഈ സാമ്പാറിലേക്ക് ചേർക്കുന്നത്. ഈ കാണുന്നത് മാംഗോസ്റ്റിൻ്റെ പൂവും പിഞ്ച് കായും. ഈ സീസണിലാണ് ഇത് പൂക്കുന്നത്. 2 മുരിങ്ങയ്ക്കയും, 2 പഴുത്ത തക്കാളി, 2 സവാള, പച്ചമുളക്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ചേർത്ത് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. ഉള്ളി ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പച്ചമുളകും കൂടി ഇട്ട ശേഷം തക്കാളിയും കൂടി ഇതിലേക്കിട്ട് ആ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വാടിയാൽ മതി. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇതും ചെറുതായിട്ടൊന്ന് പിളർത്തി വെച്ചിട്ടുണ്ട്. സാമ്പാറിന് മുരിങ്ങയ്ക്ക ഈ ഒരു നീളത്തിൽ മുറിച്ചെടുത്താൽ മതി. മുരിങ്ങയ്ക്ക ഇട്ട് 1-2 ഇളക്കുമ്പോൾ തന്നെ നല്ല ചൂടാവും. അപ്പോൾ തന്നെ ഓഫ് ചെയ്യുകയും വേണം. ഇത് പെട്ടെന്ന് വേകുന്ന പരിപ്പായതുകൊണ്ട് തന്നെ 3 വിസിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. വേവുള്ള പരിപ്പാണെങ്കിൽ ഒരു 5 വിസിൽ കൂടുതൽ ഇടണ്ട. ഇനിയിപ്പോൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ട ശേഷം ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിക്കുക. ഇപ്പോൾ എല്ലാം ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. അതുപോലെ നമുക്ക് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. ഇനി 1 ടീസ്പൂൺ ഉപ്പ്, വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം കായം ഇല്ലെങ്കിൽ കായപ്പൊടി ചേർത്താൽ മതി. ഈ കായം ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒഴിക്കുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ ലൂസായിട്ടുള്ള സാമ്പാർ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇപ്പോഴും ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉണ്ട്. ഇനി ഒരേ ഒരു വിസിൽ വന്നതും ഓഫ് ചെയ്യാം. വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടുന്ന കടുക് വറുത്ത് വയ്ക്കാം. ഒറ്റ വിസിൽ വന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ ഉലുവ, 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൂത്തിട്ടുള്ളതുകൊണ്ട് ആദ്യമേ ഇതങ്ങ് ഇട്ട ശേഷം ബാക്കിയുള്ള എണ്ണയിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും വീണ്ടും ഒഴിച്ചിട്ടില്ലേ. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചും കൂടെ ചേർക്കാം. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ എരിവ് കുറഞ്ഞ സാമ്പാറായത്. ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എരിവും പുളിയൊക്കെ കൂട്ടി ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ നന്നായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്